ഒരിടത്ത് ദൂരെ ദൂരെ ആകാശത്ത് പൊങ്ങിക്കിടക്കുന്ന ദ്വീപുകൾക്കിടയിൽ ഒരു മനോഹരമായ മാന്ത്രിക ലോകമുണ്ടായിരുന്നു. സ്ഫട്ടികം പോലെ തിളങ്ങുന്ന പാലങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ട ആ ഗ്രാമത്തിൽ മിന്നു എന്നൊരു കൊച്ചുമിടുക്കി സന്തോഷത്തോടെ ഓടിച്ചാടി കളിക്കുകയായിരുന്നു. ഒരു ദിവസം മിന്നുവിന്റെ പ്രിയപ്പെട്ട ഏലാര മുത്തശ്ശി അവളെ അരികിൽ വിളിച്ചു. എന്നിട്ട് സ്നേഹത്തോടെ നല്ല ചുവപ്പ് നിറത്തിലുള്ള ഒരു കുട അവൾക്ക് സമ്മാനിച്ചു. മുത്തശ്ശി പതിയെ പറഞ്ഞു, മിന്നുമോളെ, ഇത് വെറുമൊരു കുടയല്ല, ഇത് നിന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തും. ഇതൊരു സാധാരണ കുടയല്ലേ? മിന്നു തന്റെ കുഞ്ഞു മനസ്സിൽ അങ്ങനെ പറഞ്ഞു. എങ്കിലും അവൾ അത്ഭുതത്തോടെ ആ കുട ഒന്ന് തുറന്നു നോക്കി. അപ്പോഴാണ് ആ മാന്ത്രിക ശബ്ദം അവൾ കേട്ടത്. കുടയുടെ ഉള്ളിൽ നിന്നും ആരോ വിളിക്കുന്ന പോലെ, ഹലോ മിന്നു. മിന്നു വേഗം ചുറ്റും നോക്കി. അവിടെ ആരെയും കണ്ടില്ല. അപ്പോഴാണ് ആ ശബ്ദം വീണ്ടും കേട്ടത്. ഹേയ്, പേടിക്കേണ്ട, ഇത് ഞാനാണ്, നിന്റെ പുതിയ കൂട്ടുകാരൻ ഉംബു. എനിക്ക് സംസാരിക്കാനും പാടാനും പറക്കാനും കഴിയും. മിന്നുവിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഒരത്ഭുതം പോലെ ആ ചുവന്ന കുട മിന്നുവിനെയും കൊണ്ട് പതിയെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി, ഉയരങ്ങളിലേക്ക്. താഴെ ആകാശത്ത് ഒഴുകി നടക്കുന്ന ദ്വീപുകൾ പോലും ചെറുതായി കാണാൻ തുടങ്ങി. മിന്നുവും മുമ്പുവും ആ മാന്ത്രിക ലോകത്തിന്റെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ പറന്നു നീങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ മേഘങ്ങൾക്കിടയിലൂടെ ഒരു പ്രത്യേക സ്ഥലത്തേക്കെത്തി. അവിടെ മഴവില്ലിന്റെ 7 അഴകുള്ള ഒരു രഹസ്യലോകം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന കുഞ്ഞു കുഞ്ഞു മാന്ത്രിക മഞ്ഞുതുള്ളികൾ അവരെ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തു. ആ മനോഹരമായ ലോകത്തെ വെച്ച് മിന്നു ഓറിയേൽ എന്ന ഒരു മാലാഖയെ കണ്ടുമുട്ടി. മഴവില്ല് പോലെ തിളങ്ങുന്ന വലിയ ചിറകുകളുമായി ശാന്തനായി അദ്ദേഹം മിന്നുവിന്റെ മുന്നിൽ പ്രത്യക്ഷനായി. ഓറിയൽ മാലാഖ സ്നേഹത്തോടെ തന്റെ കൈവെള്ളയിൽ നിന്നും ഒരു തിളങ്ങുന്ന മഴത്തുള്ളി രത്നം മിന്നുവിന് നൽകി. എന്നിട്ട് പറഞ്ഞു, ധീരയായ ഈ കൊച്ചു സഞ്ചാരിക്ക് ഇത് ഒരു സമ്മാനം. തിരികെ പറക്കുമ്പോൾ മിന്നുവിന്റെ ഒരു കൈയിൽ സംസാരിക്കുന്ന ഉമ്പുവും മറ്റേ കൈയിൽ ആ വിലയേറിയ രത്നവും ഉണ്ടായിരുന്നു. അവളുടെ കുഞ്ഞുമുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അന്നു മുതൽ ആകാശത്തു നിന്ന് എപ്പോഴൊക്കെ മാന്ത്രികമായ വെളിച്ചം കാണുന്നോ അപ്പോഴൊക്കെ മിന്നു ആ ചുവന്ന കുടയെടുത്ത് മെല്ലെ മന്ത്രിക്കും, ഉമ്പു കൂട്ടുകാരാ, നമുക്ക് വീണ്ടും ഒന്ന് പറന്നാലോ. നിങ്ങൾക്ക് മിന്നുവിനെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.